പരിശുദ്ധാത്മാവോട് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാം. സ്നേഹാഗ്നി ജ്വാലയായിട്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. അപ്പോൾ മാത്രമേ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവ് നമുക്ക് രക്ഷ നേടിത്തന്നു. പക്ഷെ ആ രക്ഷ സ്വന്തമാക്കുവാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നു. കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ട്. നമുക്കറിയാം ഇത് പീഡാസഹനത്തിന്റെ നാളുകളാണ്. അപ്പോൾ നമുക്ക് ഓർക്കാം, നമുക്ക് ഇന്ന് തീരുമാനങ്ങൾ എടുക്കാം. ഇന്ന് മുതൽ ആര് വേദനിപ്പിച്ചാലും ഞാൻ പ്രതികരിക്കുകയില്ല. കർത്താവിനെ ഞാൻ കാണിച്ചു. കർത്താവിന് മുമ്പിൽ ഞാൻ കരഞ്ഞ് പറയും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആര് വേദനിപ്പിച്ചാലും ദൈവം അനുവദിച്ചിട്ടാണ് ആ വ്യക്തി എന്നെ. അപ്പോൾ മാത്രമേ കർത്താവിനെ വേദനിപ്പിച്ചവരെ ആരെങ്കിലും കർത്താവ് നിങ്ങൾ പറഞ്ഞു ഇല്ല. ലോകത്ത് ദുഃഖികളോടൊന്നും പറഞ്ഞില്ല, കേരളത്തെ അടിച്ചവരോട് പറഞ്ഞില്ല, കുത്തിയവരോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ കുട്ടികളെ വെച്ചവരോട് പറഞ്ഞില്ല, ആണി വെച്ചവരോട് പറഞ്ഞില്ല. ഒരു പരിഭവവും കർത്താവ് പറഞ്ഞു. എല്ലാം സഹിച്ചു. ആർക്കു വേണ്ടി? പിതാവിന് വേണ്ടി. ഇതുപോലെ നമ്മൾ സഹിച്ച്, അതുകൊണ്ടാണ് പിതാവ് ഒരുപോലെ പൊക്കിയെടുത്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ കൂടെ മഹത്വപ്പെട്ടു. ഇന്ന് മഹത്വപ്പെട്ടു. വായിച്ചു കേട്ടില്ലേ? നമ്മൾ ഓരോരുത്തരും മഹത്വപ്പെടും. എപ്പോഴേ? കർത്താവിന് വേണ്ടിയിട്ട് സഹിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, രോഗങ്ങൾ സഹിക്കുമ്പോൾ, ചതികൾ സഹിക്കുമ്പോൾ, പ്രതികാരങ്ങൾ ഡൈവേഴ്സിന് പോണോ? ആരെങ്കിലും പോകുമോ? അത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങള് ഒറ്റക്കാലിൽ നിന്നുകളെ എളുപ്പമായി ചേർന്നിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ കാര്യം സ്വീകരിക്കുന്നവരും സന്തോഷത്തോടെ ചെയ്യും. Hallelujah.